നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീൽ നോർവേ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 2-1 എന്നുള്ള സ്കോർ ലൈനിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനൽസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നോർവേ. ബ്രസീലിന്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നുള്ളതും അല്ലെങ്കിൽ നോർവേ എങ്ങനെയാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയെന്നും ടാക്ടിക്കലി നമുക്ക് നോക്കാം. ബ്രസീലിന്റെ ബിൽഡപ്പ് സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സെന്റർ ബാക്സിനെ വൈഡായിട്ട് കുറച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 2v1 അഡ്വാൻറ്റേജ് ബേസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രസീലിന് ഇന്നലെ സാധിച്ചു. ഇത് കണ്ടപ്പോൾ ബ്രസീലിന് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷെ എന്നിരുന്നാലും നോർവേ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് മറ്റു വഴികൾ കരുതിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ ഒരു ഫോൾസ് നയൻ എന്നുള്ള രീതിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് മിഡ്ഫീൽഡിൽ വീണ്ടും ഓവർലോഡ്സ് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ബ്രസീലിന്റെ പ്ലാൻ. പക്ഷേ ഇതിനെ ടാക്ടിക്കലി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോർവേ ഡീൽ ചെയ്തു. എങ്ങനെയാണ് ഡീൽ ചെയ്തത്? ടെക്നിക്കലി വളരെയധികം പ്രസ് ചെയ്യാനായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ഏർലിംഗ് ഹാലൻഡ് എന്നുള്ളത്. പലർക്കും അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് എബിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പ്രസ്സിങ്ങിൽ ഇന്നലെ ചെയ്തത് മോസ്റ്റ് ഓഫ് ദ പാർട്ടിൽ ഈ പറയുന്ന ഹാലൻഡിൻ്റെ സൈഡിൽ ആംഗിൾസ് ക്ലോസ് ചെയ്യാനായിട്ട് നോർവേ ശ്രമിച്ചിരുന്നു. ഇതിനാൽ തന്നെ ലെഫ്റ്റ് വിങ്ങർ ആയിട്ടുള്ള ന്യൂസെക്കി കുറച്ചുകൂടെ ഇൻസൈഡ് ചാനൽസിലേക്ക് പൊസിഷൻ ചെയ്യാനായിട്ട് സഹായിച്ചു. ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഡയറക്റ്റ് ആയിട്ട് വരുന്ന പാസിംഗ് ചാനൽസ് കട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല, ഇനി ആ ചാനൽസ് കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ആയിട്ട് പിന്നിൽ ഒരു നമ്പർ 6ഓ നമ്പർ 8ഓ ഉണ്ട്. കാരണം മാർട്ടിനെല്ലി അവിടെ മാൻ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ കുഞ്ഞിനെ സപ്പോർട്ടീവായിട്ട് വരാനായിട്ട് ബാക്ക് ലൈനിൽ നിന്ന് ഒരു പ്ലെയർ ഡ്രോപ്പ് ചെയ്യാനായിട്ടും തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സമയത്തും ബ്രസീലിന് ആ ഒരു ലിങ്ക് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ആ ഒരു മിഡ്ഫീൽഡിൽ നിന്നുള്ള പ്രോഗ്രഷൻ ഈ അറ്റാക്കേഴ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇന്നലെ ബ്രസീലിന് കാണുന്നുണ്ടായിരുന്നു. ഈ മിഡ്ഫീൽഡേഴ്സൊക്കെ ഒരു സൈഡിലേക്ക് ലോപ്പ് സൈഡഡ് ആവുന്നതും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരുന്നു. ഇനി മറുവശത്ത് നോർവേയുടെ ബിൽഡപ്പുകൾ നമുക്ക് നോക്കുമ്പോൾ ഒരുപാടധികം ലോങ് ബോൾസ് ഗോൾ കീപ്പർ ട്രൈ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു ടീമിന് അവരുടെ പ്രൊഫൈൽസ് എങ്ങനെ ആപ്റ്റായിട്ട് യൂസ് ചെയ്യാന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നല്ല നോർവേ. കാരണം കറന്റ് ഫുട്ബോൾ സിനാരിയോയിൽ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ നിന്നിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സിനെയാണ് നോർവേക്കാണ് നിർത്താൻ പറ്റുന്നത് അവരുടെ അറ്റാക്കിംഗ് ലൈനിൽ. ഈ റൈറ്റ് ഫ്ലാങ്കിൽ സോർലോത്ത് വരികയും സെൻട്രൽ സോണിൽ ഹാളൻഡ് വരികയും ചെയ്യുമ്പോൾ ഇവരിൽ 2 പേർക്കും ലോങ് പോകാനായിട്ട് നോർവേക്ക് യാതൊരുവിധ മടിയുണ്ടായിരുന്നില്ല. പൊതുവേ നമ്മൾ ഇത്രയധികം ലോങ് ബോൾസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ടീമിന് പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടെന്ന് കാണാൻ പറ്റാറുണ്ട്. കാരണം ടേൺ ഓവേഴ്സ് എടുക്കാനായിട്ട് വളരെയധികം ചാൻസുകൾ കൂടുതലാണ്. ലോങ്ങുകൾ എപ്പോഴും സെക്കൻഡ് ബോൾസിന് സെക്യൂരിറ്റി ഉണ്ടാവും. ഇനിയിപ്പോൾ ആ സെക്യൂരിറ്റി ഇല്ലെങ്കിലും ഡിഫൻഡേഴ്സ് 1v1 സ്വിൻ ചെയ്യുന്നത് സാധ്യത കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പൊസിഷൻ കുറവായിരിക്കും അതിനോടനുബന്ധിച്ചുണ്ടാവാം. പക്ഷെ ഇന്നലെ പൊസിഷൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ കണ്ടാണ് നോർവേക്ക് ഒരുപാടധികം പൊസിഷൻ ബ്രസീലിനേക്കാൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കാരണം ഞാനൊരു ആ ഒരു സ്റ്റാറ്റും ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്തെന്നുള്ളത് മാത്രം. ഇനി ഇതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാനായിട്ടും നോർവേയുടെ ടെമ്പോ വളരെയധികം ഹൈ ആയിരുന്നു. അതിനോട് ക്യാച്ചപ്പ് ചെയ്യാനായിട്ടൊക്കെ ബ്രസീലിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു സെയിം നോർവേ മിഡ്ഫീൽഡ് തേർഡിലേക്ക് പ്രോഗ്രസ് ചെയ്തിട്ട് വരുമ്പോൾ അവർ ബിൽഡ് ചെയ്തിരുന്നത് ഒരു ബാക്ക് 3 വെച്ചിട്ടായിരുന്നു. ഒരു 3-5 എന്നുള്ള ഷേപ്പിലേക്കാണ് നോർവേ വന്നിരുന്നത്. ഈ 3-5ലേക്ക് ഓഡെഗാർഡ് ഒരുപാടധികം ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. റിസീവ് ചെയ്തിട്ട് അവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഓഡെഗാർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിരുന്നു. ഇനി ഇതിന് ബ്രസീലിന് കോപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു 3v2 സിറ്റുവേഷൻ ആണ് ബേസിൽ വരുന്നത്. വിനീഷ്യസും കുഞ്ഞും പ്രസ് ചെയ്യുമ്പോൾ ഒരു +1 അഡ്വാൻറ്റേജ് എപ്പോഴും ഈ പറയുന്ന നോർവേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ഇൻ കേസ് മാർട്ടിനെല്ലി പ്രസ് ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ കുഞ്ഞ് ഔട്ടർ സോണിലേക്ക് ഫുൾ ബാക്സിനെ പ്രസ് ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രസീൽ വളരെയധികം അഗ്രസീവായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ചാൻസസും ടേൺ ഓവേഴ്സും എടുക്കാൻ സാധിക്കുമെങ്കിലും ഒരുപാടധികം റിസ്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതിലുണ്ടായിരുന്നു. കാരണം മിഡ്ഫീൽഡേഴ്സ് ഡ്രാഗ്ഡ് ഔട്ട് ആയിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചാൻസ് ക്രിയേഷൻസ് വരാനധികം ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് ആ ഒരു ഓഫ് സൈഡ് ഗോൾ ബ്രസീലിനെതിരെ നോർവേക്ക് സംഭവിക്കുന്നത്. ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിലായിരുന്നു ആ ഒരു അറ്റംപ്റ്റ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ നോർവേയുടെ പ്രൊഫൈൽസിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോഴും അതിൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. കാരണം സോലോത്തിനെ പോലുള്ള പ്രൊഫൈൽ റൈറ്റ് വിങ്ങിൽ വരുമ്പോൾ 1v1 ത്രെഡ്സ് കൊടുക്കാനായിട്ട് നോർവേക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനെ കോപ്പ് ചെയ്യാനായിട്ടാണ് ഒരുപാട് ഇപ്പോൾ ഈ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓഡെഗാർഡ് ആ ഒരു സോണിൽ അല്ലെങ്കിൽ ചാനൽസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിരുന്നു. ആ ഒരു പ്രോഗ്രഷനിലുള്ള റോള് തൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഔട്ടർ ചാനൽസിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഓഡെഗാർഡിൻ്റെ റോൾ. ഇനി ഇപ്പുറത്തെ സൈഡിലാവട്ടെ, നോർവേക്ക് ആദ്യം പറ്റിയിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിട്ട് കൊടുക്കാനും 1v1സിലും എക്സലൻ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ആയിട്ടുള്ള ന്യൂസ അവരുടെ വിങ്ങറാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇന്നലെ വളരെയധികം നല്ലൊരു ഗെയിമൊന്നും ന്യൂസയ്ക്ക് ഉണ്ടായിട്ടിരുന്നില്ല. പക്ഷേ അതിന് മുന്നത്തെ ഗെയിമിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേൾഡ് കപ്പ് മാറ്റി നിർത്തിയാൽ പോലും ന്യൂസ എന്നുള്ള പ്രൊഫൈലിനെ നിങ്ങൾ വളരെയധികം നോട്ട് ചെയ്യുക. കാരണം എക്സലൻ്റ് ആയിട്ട് വളർന്നു വരുന്ന ഒരു യങ് എമർജിങ് ടാലൻ്റ് ആണ് ന്യൂസ എന്നുള്ളത്. RB ലൈപ്സിഗിൻ്റെ പ്ലെയർ ആണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡെസിറെ ഡുവേരൊക്കെ പോലത്തെ ഒരു പ്രൊഫൈലുള്ള ഒരു പ്ലെയർ ആണ്. റോ ആയിട്ടുള്ള ടാലൻ്റ് ആണ്, മോൾഡ് ചെയ്യപ്പെടാനുണ്ട്, സമയമെടുക്കും. പക്ഷേ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത് 30 മില്യൺ
അങ്ങനെയൊക്കെയാണ്. സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കീപ്പാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ അദ്ദേഹത്തിൽ വെക്കുക. ഈ പറയുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ ടീമുകൾ മേടിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. അങ്ങനെ ഞാൻ ഈ ന്യൂസിനെ കുറിച്ച് പറഞ്ഞു വന്നത്, ന്യൂസ് ഈ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള പ്രൊഫൈല് ഒരുപാടധികം ഇൻസൈഡ് ചാനൽസിലേക്ക് പോകുന്നത് കണ്ടു. ഇതിനാൽ തന്നെ പാസിംഗ് ആംഗിൾസ് വളരെ വെർട്ടിക്കൽ ആവാൻ തുടങ്ങി. ഈ പറയുന്ന ഡിഫൻഡേഴ്സിനെ സ്ക്വയർ ചെയ്യാനായിട്ടുള്ള ആംഗിൾസ് കിട്ടാത്തൊരു പക്ഷം വന്നു. അതോടൊപ്പം തന്നെ ബാക്ക് ടു ഗോൾ റിസീവ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ എത്തിപ്പെട്ടിരുന്നു. അവിടെ നിന്നിട്ട് ബോൾ ലൂസ് ആയി കഴിഞ്ഞാൽ നോർവേ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനിലായിരുന്നു എത്തിപ്പെട്ടിരുന്നത് ഡിഫെൻസീവ്ലി. കാരണം ട്രാൻസിഷൻസിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു ബ്രസീലിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ടാക്ടിക്. അങ്ങനെ അവിടെ നിന്ന് ഒരു ടേൺ ഓവർ കൊടുത്തിട്ടാണ് ബ്രസീലിൻ്റെ പെനൽറ്റി വരുന്നത്. ബ്രൂണോ ഗിമറസ് ആ ഒരു പെനൽറ്റി മിസ്സാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ടേൺ ഓവറിൽ നിന്നിട്ടുള്ള ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബ്രസീലിന് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ആ ഒരു അവസരം മാത്രമല്ല, ഒരുപാട് ട്രാൻസിഷനിലുള്ള അവസരങ്ങൾ ബ്രസീലുണ്ടായിരുന്നു. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നോർവേയുടെ ഈ പറയുന്ന പോലെ ഗെയിമിലുള്ള ആധിപത്യവും പൊസഷനും കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയായിരുന്നു. കാരണം ഒഡേഗാർഡാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു ബേസിൽ നിന്നിട്ട് റിസീവ് ചെയ്തിട്ട് പല പ്ലേകളും പ്രോഗ്രസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്ലേ പ്രോഗ്രസ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കോട്ടപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3v3 സിറ്റുവേഷൻസിലൊക്കെ എത്തിപ്പെട്ടിരുന്നു. ഇതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ബ്രസീലിന് നല്ല സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ട്രാൻസിഷൻസിൽ ഇരിക്കുന്ന ടീമുകൾക്ക് ഒരുപാടധികം ചാൻസസ് ഒന്നും ഇതുപോലെ വരില്ല. അങ്ങനെ വരുന്ന ചാൻസസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഈ പറയുന്ന ടീമുകളുടെയൊക്കെ വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ കൂടുന്നത്. പക്ഷേ അത് ഇന്നലെ ചെയ്യാനായിട്ട് ബ്രസീലിന് ഇന്നലെ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഈ പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻ ദ ബോക്സ് ത്രെറ്റ് ആവാനായിട്ട് ഇവർക്ക് നല്ല പോലെ സാധിച്ചിരുന്നു. കാരണം സ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നിട്ടൊക്കെ വരുന്ന ക്രോസുകൾക്ക് സോർലോത്ത് ആ ഒരു ഫാർ റൈറ്റ് ചാനലിൽ നിന്നിട്ട് ഇൻസൈഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ റൈറ്റ് ഫ്ലാങ്കിൽ നിന്നാണെങ്കിൽ പോലും ബോക്സിലേക്ക് ഓവർലോഡ്സ് കൊടുക്കാനായിട്ട് നോർവേക്ക് സാധിച്ചിരുന്നു. അതിനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാനും ഡിസ്റ്റൻസസ് മാനേജ് ചെയ്യാനായിട്ടൊന്നും ബ്രസീൽ ഇന്നലെ പൂർണ്ണമായിട്ട് സാധിച്ചിരുന്നില്ല. അവരത് പീനലൈസ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ട്രാക്ക് ബാക്കിംഗ് ഒന്നും പ്രോപ്പർ അല്ലാത്ത വരുന്ന ഓവർലോഡ്സ് വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഇന്നലെ ബ്രസീലിൻ്റെ ബോക്സിനകത്ത് കാണാൻ പറ്റിയിരുന്നു. ബ്രസീലിനെ സംബന്ധിച്ചിട്ട് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹാളൻഡിൻ്റെ പൊസിഷനിങ്ങിലായിരുന്നു. കാരണം ഡിഫെൻഡ് ചെയ്യുമ്പോൾ പോലും ഹാളൻഡ് ഹൈ അപ്പ് ദ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പറ്റി നോർവേയുടെ ഭാഗത്ത് നിന്നിട്ട്. ഇതിനാൽ തന്നെ ആ ഒരു റെസ്റ്റ് ഡിഫൻസിന് കോമ്പാക്റ്റ് ആയിട്ട് വന്നിട്ട് ഓപ്പോസിഷനെ പിന്നിലേക്ക് ഇരുത്താൻ, അല്ലെങ്കിൽ ലോ ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് എൻറ്റയർ ടീമിന് ഇരുത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ജപ്പാനെതിരെയുള്ള മത്സരത്തിലൊക്കെ ബ്രസീൽ അത് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻ പൊസിഷനിൽ ഈ പറയുന്ന ലോ ബ്ലോക്കിൽ ഓപ്പോസിഷൻ ടീമിനെ ഇരുത്തുക. ഡീപ്പായിട്ട് അവരെ ഇരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ട്രാൻസിഷൻസിൽ അവർക്ക് പുറത്ത് വരാൻ പറ്റാത്തുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. പക്ഷേ നോർവേയുടെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല. ഹാളൻഡ് അപ്പ് ദ ടോപ്പ് ഉള്ളതുകൊണ്ട് ബാക്കി 10 പ്ലേയേഴ്സ് അവിടെ ഡീപ്പായിട്ടാണ് ഉള്ളതെങ്കിലും ഹാളൻഡിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പമായിരുന്നു. ട്രാൻസിഷൻസിൽ ഹാളൻഡ് ആവട്ടെ ഹോൾഡപ്പ് ചെയ്യാനായിട്ട് ഇന്നലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ വയ്ക്കുന്നുണ്ടായിരുന്നു. വളരെയധികം കുറച്ച് ടച്ചസേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ടച്ചസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ മീനിങ് ആയിട്ടുള്ള അറ്റാക്സ് ചെയ്യാനായിട്ട് ഹാളൻഡിനെ കൊണ്ട് സാധിച്ചു. ട്രാൻസിഷൻസിൽ മാത്രമല്ല ബ്രസീലിന് സാധ്യതകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഈ പറയുന്ന പോലെ കോമ്പിനേഷൻസ് ഒക്കെ ബ്രസീൽ ട്രൈ ചെയ്തിരുന്നു. ഈ മാർട്ടിനെല്ലി വൈഡർ ചാൻസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വിനീഷ്യസിനായിട്ട് അവിടെ കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സോർലോത്തിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ബ്രസീൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സക്സസ് ആവുകയും ചെയ്തു. പക്ഷെ അത് ഫിനിഷ് ചെയ്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ബ്രസീലിന് ഇന്നലെ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്രസീൽ വൺ ഓഫ് ദ ടോപ്പ് എന്നുള്ള രീതിക്കായിരുന്നു പ്രസ് ചെയ്തിരുന്നത്. ഈ വൺ ഓഫ് ദ ടോപ്പ് എന്ന് പറയുന്നത് നെയ്മർ ആയിരുന്നു. വൺ ഓഫ് ദ ടോപ്പ് പ്രസ് ചെയ്യുമ്പോഴും ഈവൻ മാൻ ടു മാൻ പോകുമ്പോഴായാലും ബ്രസീലിന്റെ ഇന്റൻസിറ്റി വളരെയധികം മോശമായിരുന്നു. ഒരുപാട് ടൈമും സ്പേസും നോർവേയുടെ പ്ലേയേഴ്സിന് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ബ്രസീൽ കൊടുക്കുന്നു. റണ്ണുകൾ ട്രാക്ക് ചെയ്യാത്ത അവസ്ഥകൾ വരുന്നു. ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോർവേക്ക് സാധിക്കുന്നു. ഇന്നലെ നോർവേ നടത്തിയൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഓസ്കർ ബോബിനെ കൂടി കൊണ്ടുവരുന്നതായിരുന്നു. അപ്പുറത്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഓസ്കർ ബോബ് വരുന്നതോടുകൂടി രണ്ട് സൈഡിലും വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വിങ്ങേഴ്സ് വരുന്നു. ഓസ്കർ ബോബിനാവട്ടെ സോർലോത്തിനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലാണ്. 1v1s എടുക്കാം, അല്ലെങ്കിൽ കൺബൈൻ ചെയ്യാം, ക്രോസസ് കൊടുക്കാം, ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാം. ഇങ്ങനെ എല്ലാ ഒരു ബാലൻസ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് ഓസ്കർ ബോബ് മാറും. ബ്രസീൽ ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്യുന്നത് പോലും ഈ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അവിടെ എൻട്രിക്ക് വളരെയധികം മോശമായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ആ ഒരു ഫ്ലാങ്കിലെ 1v1. ബട്ട് എന്നിരുന്നാലും തുടക്കം വരുന്നത് ഈ പറയുന്ന പോലെ എഡേഴ്സൺ സിൽവ ബ്രൂണോ ഗിമറസിന് പകരം പിച്ചിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരികയാണ്. ആ വരുന്നതിൻ്റെ അടുത്ത സീക്വൻസ് ഓഫ് പ്ലേ ആണ് ഈ സംഭവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എഡേഴ്സൺ സിൽവയും കസമിറോയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവണം. ഈ ഒരു ഗ്യാപ്പ് കാരണം നോർവേയുടെ സെന്റർ ബാക്കിന് ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻട്രിക്ക് ആ ഒരു പ്രോഗ്രഷൻ തടയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ സെന്റർ ബാക്ക് ഫുൾ ബാക്കിലേക്ക് പാസ് കൊടുത്തിട്ട് ഫുൾ ബാക്ക് നേരെ വിങ്ങർക്ക് കൊടുക്കുകയാണ്. എൻട്രിക്ക് അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ യാതൊരുവിധ ബാലൻസ് ഇല്ലാതെയും ഫുള്ളി കമ്മിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ബോൾ വിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. അത് ഈസി ആയിട്ട് ബൈപ്പാസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ക്രോസ് കൊടുക്കുന്നു. കോട്ടപ്പാവുന്ന ഗബ്രയേലിന് മുന്നിൽ വന്നിട്ട്
വന്നിട്ട് നേരെ ഹാളൻഡ് ആ ബോൾ ബ്രില്യൻ്റ് ആയിട്ട് ഹെഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാണ്. എന്നിരുന്നാലും നോർവേ ക്വാർട്ടർ ഫൈനൽസിലേക്ക് വന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടാണ് അവരുടെ എതിരാളികൾ. ഇനി പറയുന്ന പോലെ മറ്റു ടീമുകളുടെ മാച്ചസ് വരുന്നുണ്ട്. സോ അതിൻ്റെ അനാലിസിസ് ആയിട്ട് കാണുന്നവരെ സപ്പോർട്ട് വരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.